നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം നടക്കുകയാണ്. രണ്ടാം പ്രതി മാർട്ടിന്റെ അഭിഭാഷകന്റെ വാദമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹിൻ ആന്റണിയുണ്ട് കോടതി വളപ്പിലാണ് സഹിൻ ആന്റണി ഉള്ളത്. സഹിൻ, മാർട്ടിന്റെ അഭിഭാഷകൻ എന്തൊക്കെ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്? പഴയ വാദം തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. മാർട്ടിൻ നിരപരാധിയാണ് എന്നുള്ള ഒരു വാദം തന്നെയാണ് മാർട്ടിൻ്റെ അഭിഭാഷകനും മുന്നോട്ട് വയ്ക്കുന്നത്. കുറഞ്ഞ ശിക്ഷ വിധിക്കണമെന്ന് അഭിഭാഷകൻ പറയുന്നു. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർട്ടിനും ഇക്കാര്യം തന്നെയായിരുന്നു ആവർത്തിച്ചിരുന്നത്. തനിക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കൊന്നുമില്ല, താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരയുകയായിരുന്നു. ആ പൊട്ടിക്കരച്ചിൽ അങ്ങനെയല്ലെങ്കിൽ കൂടി അഭിഭാഷകനും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. മാർട്ടിൻ നിരപരാധിയാണ്, കുറഞ്ഞ ശിക്ഷ വിധിക്കണമെന്നാണ് മാർട്ടിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞതാവട്ടെ, കൂട്ടബലാത്സംഗം നടന്നിട്ടില്ല, ഒപ്പം തന്നെ ക്രൂരമായ ബലാത്സംഗം നടന്നിട്ടില്ല. ഈ നിർഭയ കേസുമായി ഈ കേസിനെ ഉപമിക്കാനുള്ള ഒരു ശ്രമവും പൾസർ സുനിയുടെ അഭിഭാഷകൻ നടത്തിയിരുന്നു. എന്നാൽ കോടതി അതിൽ സുപ്രീം ഡിഗ്നിറ്റി ഓഫ് വുമൺ എന്നുള്ള ഒരു പരാമർശമായിരുന്നു തിരിച്ചു നടത്തിയത്. അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കോടതി പൾസർ സുനിയുടെ അഭിഭാഷകനെ ഓർമ്മപ്പെടുത്തിയത്. ഇപ്പോൾ മാർട്ടിൻ്റെ അഭിഭാഷകൻ കൂടി മാർട്ടിൻ നിരപരാധിയാണ്, പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളതാണ് മാർട്ടിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് രാവിലെ ഈ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് തന്നെ കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കോടതിയെ വിമർശിക്കുന്നതിനെതിരെ, കോടതിക്കെതിരെ ഏതാനും ദിവസങ്ങളായി നടക്കുന്ന പരാമർശങ്ങൾക്കെതിരെ കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വ്യക്തിയെ പറഞ്ഞോളൂ, പക്ഷേ കോടതിയെ പറയാൻ നടക്കരുത്. അങ്ങനെ വരികയാണെങ്കിൽ കടുത്ത കോടതി ലക്ഷ്യം തന്നെ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകരെയും ഒപ്പം തന്നെ അതിജീവിതയുടെ അഭിഭാഷകരെ അടക്കം കോടതി ഓർമ്മപ്പെടുത്തി. കൂടാതെ അതിനുശേഷമായിരുന്നു കോടതി നടപടികൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യരുത് എന്നെല്ലാം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. കോടതി ആ കാര്യമെല്ലാം ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ കോടതി തയ്യാറായത്. കോടതിയിൽ പ്രതികൾ ഓരോരുത്തരും പറഞ്ഞു വെച്ചത് തങ്ങൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല, ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല എന്നുള്ളത് മാർട്ടിൻ മാത്രമാണ് പറഞ്ഞത്. മറ്റ് പ്രതികൾ എല്ലാവരും തന്നെ കുറഞ്ഞ ശിക്ഷ നൽകണം. പ്രായമായ മാതാപിതാക്കളുണ്ട്, പ്രായമായ അച്ഛനും അമ്മയുമുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗം അവരെ ബാധിക്കുകയാണ്, കുടുംബത്തിൻ്റെ ഏക ആശ്രയവും അത്താണിയും തങ്ങളാണ് എന്നുള്ളൊരു കാര്യമെല്ലാമാണ് അവർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇവിടെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചു. ആർക്കും ചെറിയ ശിക്ഷ നൽകരുത്, ശിക്ഷയുടെ അളവ് കുറഞ്ഞാൽ അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്നുള്ളത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. മറ്റൊന്ന്, അവിടെയും കോടതി ചില ചോദ്യങ്ങൾ പ്രോസിക്യൂഷനോട് ചോദിച്ചിരുന്നു. സമൂഹത്തെ നോക്കി വേണോ കോടതിക്ക് ശിക്ഷ വിധിക്കാൻ എന്നുള്ളൊരു ചോദ്യമായിരുന്നു കോടതി ചോദിച്ചത്. ഇതിനുശേഷം പൾസർ സുനിയും ഒപ്പം തന്നെ ഈ മാർട്ടിനും കൂടാതെ വിജീഷും അടക്കമുള്ള പ്രതികളുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു. ആ കുറഞ്ഞ ശിക്ഷ എന്താണെങ്കിലും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ മണികണ്ഠൻ്റെ അഭിഭാഷകൻ കൂടി സംസാരിച്ചു. മണികണ്ഠൻ്റെ അഭിഭാഷകന് പറയുന്നത് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളതാണ്. ഇനി കേസ് ആരംഭിച്ചത് മുതൽ അനാവശ്യ കാര്യങ്ങൾ കോടതിക്ക് പുറത്തും അകത്തും ചിലർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനി അത് ആവർത്തിക്കേണ്ടതില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. കോടതി വിധി വായിച്ചതിന് ശേഷം അഭിപ്രായം പറയാമെന്ന് കോടതി കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കോടതി വിധി വായിച്ചതിന് ശേഷം അഭിപ്രായം പറയാമെന്നാണ്. കോടതി ഉത്തരവ് വായിക്കണം, വായിച്ച ശേഷമേ അഭിപ്രായം പറയാൻ കഴിയൂ. അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതായത് കോടതിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾ അകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം മറുപടി കോടതിയുടെ ഈ വിധി പകർപ്പിലുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കോടതി നൽകിയിരിക്കുന്നത്. അതിൽ കോടതി ഉത്തരവ് വായിക്കണം, വായിച്ച ശേഷം മാത്രമേ അഭിപ്രായം പറയാവൂ, അതിലെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 4 പ്രതികളുടെ അഭിഭാഷകരും സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 പ്രതികളുടെ അഭിഭാഷകർ കൂടി മാത്രമാണ് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ അഭിഭാഷകൻ മാത്രമാണ് ഇനി സംസാരിക്കാനുള്ളത്. അത് 5ഉം 6ഉം പ്രതികളുടെയും സലീമിൻ്റെയും പ്രദീപിൻ്റെയും അഭിഭാഷകനാണ്. അഭിഭാഷകനായിട്ടുള്ള സാബുവാണ് ഇനി സംസാരിക്കാനുള്ളത്. അദ്ദേഹം കൂടി അധികം താമസിയാതെ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ കോടതിയിൽ എല്ലാ പ്രതികളും ആവർത്തിച്ചത് തങ്ങൾക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം. ഇതിൽ വിജീഷ് മാത്രമാണ് താൻ തലശ്ശേരിക്കാരനാണ്, അതുകൊണ്ട് തന്നെ കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. ഒപ്പം തന്നെ കുറഞ്ഞ ശിക്ഷ തനിക്ക് നൽകണം എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, പ്രതികൾ പഴയ കാര്യം തന്നെ ആവർത്തിച്ചിരുന്നു. അതായത് എല്ലാ പ്രതികളും ശിക്ഷ പ്രഖ്യാപിക്കുന്ന ദിവസം പറയുന്ന കാര്യം, മാതാപിതാക്കളുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇക്കാര്യം തന്നെയാണ് ഈ പ്രതികളും ആവർത്തിച്ചത്. അത് അങ്ങനെ തന്നെയായിരുന്നു.
ഇപ്പോൾ പ്രതികളുടെ അഭിഭാഷകർ പറയുന്നു കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന്. മണികണ്ഠൻ്റെ അഭിഭാഷകനെ കോടതി ഒരു കാര്യം കൃത്യമായി ഓർമ്മപ്പെടുത്തിയ കോടതിയുടെ ഉത്തരവ് വായിക്കണം, വായിച്ച ശേഷം അതിൽ എല്ലാം ഉണ്ടാകും, അപ്പോൾ അഭിപ്രായം പറയൂ എന്നുള്ളതായിരുന്നു കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. ഒപ്പം തന്നെ മാർട്ടിനും നിരപരാധിയാണ്, അല്ലെങ്കിൽ മാർട്ടിൻ നിരപരാധിയാണെന്ന് മാർട്ടിൻ ആവർത്തിച്ച അതേ കാര്യം തന്നെയാണ് മാർട്ടിൻ്റെ അഭിഭാഷകനും ആവർത്തിച്ചത്. ഇനി 2 പ്രതികൾ കൂടി മാത്രമാണ് കോടതിയോട്, 2 പ്രതികളുടെ അഭിഭാഷകൻ മാത്രമാണ് കോടതിയോട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ളത്. അതിനുശേഷം ശിക്ഷാവിധി ഉണ്ടാകും. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ശിക്ഷ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ശിക്ഷ പറയും. എന്താണ് പ്രതികൾക്കുള്ള, എത്ര വർഷമായിരിക്കും പ്രതികൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതിൽ ഒരു പ്രഖ്യാപനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉച്ചയോടുകൂടി തന്നെ ഇതിൽ ശിക്ഷ വിധിച്ചേക്കാം കോടതി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഏറെക്കുറെ കോടതി നടപടികളൊക്കെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കേസ് ആരംഭിച്ചത് മുതൽ അനാവശ്യ കാര്യങ്ങൾ കോടതിക്ക് അകത്തും പുറത്തും ചിലർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അത് കോടതി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുള്ളതാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും. അതിലും കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. കോടതി അവിടെയും ഓർമ്മപ്പെടുത്തിയത് കോടതി ഉത്തരവ് വായിക്കണം, വായിച്ച ശേഷം മാത്രമേ അഭിപ്രായം പറയാവൂ എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ഈ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞത് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നായിരുന്നു. അപ്പോൾ അവിടെ കോടതി ഓർമ്മപ്പെടുത്തിയത് ശിക്ഷാവിധി വായിക്കുമ്പോൾ കുടുംബ സാഹചര്യം കൂടി പരിഗണിക്കാമെന്നായിരുന്നു. അവിടെയും പൾസർ സുനിയുടെ അഭിഭാഷകനെ കോടതി ധരിപ്പിച്ചത്. എന്തായാലും 2 പേർ കൂടി ഇനി സംസാരിക്കാനുള്ളൂ, അല്ലെങ്കിൽ 2 പേർക്ക് കൂടി മാത്രമേ തങ്ങളുടെ ഭാഗം പറയാനുള്ളൂ. ആ 2 പേരുടെ അഭിഭാഷകർ കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നതിലേക്ക്, അന്തിമ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിലേക്ക് കോടതി കടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ കാര്യങ്ങൾ, രാവിലെ 11 മണിക്ക് റോൾ കോളിലേക്കാണ് കോടതി ആദ്യം കടന്നത്. ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറയുന്നത് അത് പിന്നീട് പരിഗണിക്കാം എന്നുള്ളതായിരുന്നു. പിന്നീട് റോൾ കോളിൽ ഉള്ള കേസുകളെല്ലാം വിളിച്ചു തീർക്കുകയും അതിനുശേഷമാണ് നടപടികളിലേക്ക് കോടതി കടക്കുകയും ചെയ്തത്. അപ്പോഴും കോടതി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അത് സമൂഹത്തെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയും ഒപ്പം തന്നെ അഭിഭാഷകരെയുമായിരുന്നു. കോടതി അലക്ഷ്യത്തിനുള്ള നടപടികൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നുള്ളത് കോടതി ഓർമ്മപ്പെടുത്തി. കോടതിയുടെ നടപടികളൊന്നും തന്നെ റെക്കോർഡ് ചെയ്യരുത് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. കോടതിക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടരുത് എന്നുള്ളത് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. വ്യക്തികളെ അപകീർത്തിപ്പെടുത്തിക്കൊള്ളൂ, വ്യക്തികളുടെ വേരുകൾ ചികഞ്ഞു പോയിക്കോളൂ, പക്ഷേ കോടതിയെ ആ രീതിയിൽ അപകീർത്തിപ്പെടുത്തരുത് എന്നുള്ളത് കോടതി ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും കോടതി അലക്ഷ്യ നടപടികളിലേക്ക് പോകേണ്ടതായി വരുമെന്നുള്ളത് കോടതി ഓർമ്മപ്പെടുത്തി. അതിനുശേഷം മാത്രമാണ് പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേൾക്കാൻ തയ്യാറായത്. പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി ചോദിച്ചു. പ്രതികൾ ഓരോരുത്തരും തങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ കോടതിയിൽ വിവരിച്ചിരുന്നു. അതിൽ പൾസർ സുനി പറഞ്ഞു വെച്ചത് പ്രായമായ അമ്മയുണ്ട്, അതുകൊണ്ട് തന്നെ ശിക്ഷയുടെ കാലാവധി കുറക്കണം, കുറഞ്ഞ ശിക്ഷ തനിക്ക് നൽകണം എന്നുള്ളതായിരുന്നു പൾസർ സുനി പറഞ്ഞു വെച്ചത്. മറ്റൊന്ന് 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിനായിരുന്നു. മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരയുന്ന സാഹചര്യം വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതായിരുന്നു. മാർട്ടിൻ പറഞ്ഞത് താൻ നിരപരാധിയാണ്, തനിക്ക് ഈ കേസിൽ പങ്കൊന്നുമില്ല, താൻ ഈ കേസിൽ നിരപരാധിയാണ്, തന്നെ വെറുതെ വിടണം, തൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി തന്നെ വെറുതെ വിടണം എന്നുള്ളതായിരുന്നു മാർട്ടിൻ പറഞ്ഞു വെച്ചത്.